ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്ന വിഷയം മഹാന്മാരായ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഭാഗ്യവാന്മാരെ കുറിച്ചാണ്. നമുക്കും കിട്ടും. മഹാന്മാരായ മലക്കുകളുടെ ദുആയിൽ അംഗമാവാൻ കഴിയുക എന്നത് വലിയ പുണ്യമല്ലേ? നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, സാധാരണ ഒരു വലിയ മഹാന്റെ ദുആ സദസ്സിലൊന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ കണ്ണിയത്തിന്റെ അന്നത്തെ ദുആയിൽ ആമീൻ പറഞ്ഞ ഒരാളാണ് ഞാൻ. ദുആ ചെയ്യുന്നത് പോലെ തന്നെ ആമീൻ പറയലും ഒരു പുണ്യമായി തന്നെ പരിഗണിക്കുന്ന ഒരു പരിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയും ഹാറൂൻ നബിന്റെ ആമീനും ഇത് രണ്ടും കൂടി ചേർത്ത് രണ്ടിനെയും ദുആ എന്ന പരിഗണനയിലാണ് അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയത്തിലും കാണാം. അപ്പൊ ദുആയും ആമീനും സമാനമായ പരിഗണനയിലാണ് റബ്ബിന്റെ അടുക്കലേക്ക് എത്താം. അപ്പൊ ഒരു മഹാന്റെ ദുആയിൽ ഞാൻ ആമീൻ പറഞ്ഞുകൊണ്ട് പങ്കെടുത്തു എന്ന് പറയുന്നതിന്റെ ആവേശം പലപ്പോഴും പലരിലും നമ്മൾ കാണാറുണ്ട്. എന്ന പോലെ തന്നെയാണ് മഹാന്മാരിൽ മഹാന്മാരായ അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന വിഷയം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആന്റെ സൂറത്തുൽ ഗാഫിറിന്റെ 7-ാമത്തെ ആയത്ത് അതിലേക്ക് സൂചിപ്പിക്കുന്നത് കാണാം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ആയത്താണ് ഓതി വെച്ചത്. നമുക്കതൊന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. മഹാന്മാരായ അർശിനെ ചുമക്കുന്ന മഹാന്മാരായ മലക്കുകൾ, അർശിനെ ചുമക്കുന്ന മലക്കുകളും അർശിന്റെ ചുറ്റിലുമുള്ള മലക്കുകളും, അർശിനെ ചുമക്കുന്ന മലക്കുകളും അതിന് ചുറ്റുമുള്ള മലക്കുകളും അള്ളാഹുവിന്റെ തസ്ബീഹും അള്ളാഹുവിന്റെ തഹ്മീദും അവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അർശിന്റെ ഭാരം എന്താന്ന് അവർക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് തസ്ബീഹിന്റെയും അതുപോലെ തന്നെ തഹ്മീദിന്റെയും ലഹരിയിൽ അവർ അർശിന്റെ ഭാരം അറിയാതെ പോവാം. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ വലിയ വലിയ തടി കയറ്റുന്ന ലോറിയിലേക്ക് തടി കയറ്റുന്ന ആളുകൾ ഒരു പ്രത്യേകമായ വാക്കുകളൊക്കെ പറയും. എന്നിട്ടാണ് അവർ വലിയ ഭാരമുള്ള തടി ഇങ്ങനെ തള്ളി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ചുമന്നു കൊണ്ടുപോവുക. അവർ ആ ഭാരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന പല വാക്കുകളുമുണ്ട്. അതങ്ങനെയാണ്. ഭാരം അറിയാതിരിക്കാൻ വേണ്ടി വിശപ്പിന്റെ നേരത്ത് മഹാന്മാരായ സ്വഹാബത്തിന്റെ മുന്നിൽ പാട്ടുപാടി ബൈത്തുപാടി കൊടുക്കുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ച സ്വഹാബികളും പാടുമായിരുന്നു. ഖന്തക്കിന്റെ കിടങ്ങ് കയറുമ്പോഴൊക്കെ ധാരാളം അത് കാണപ്പെട്ടിട്ടുണ്ട്. ഭാരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് യാത്രവേളയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടും, ആരെങ്കിലും ഒരു പാട്ട് പാടി തരുമോ എന്ന്. അങ്ങനെയൊക്കെ ഭാരം അറിയാതിരിക്കാൻ വേണ്ടി മഹാന്മാരായ മലക്കുകൾ തസ്ബീഹും തഹ്മീദുമാണ് ചൊല്ലുന്നത്, ഭാരം അറിയാതിരിക്കാൻ വേണ്ടി. സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹാ, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്, വീട്ടുവേല എടുത്ത് കയ്യിലൊക്കെ തഴമ്പ് പൊട്ടി, ആ മിനുസമുള്ള കൈ ഇങ്ങനെ തഴമ്പ് പൊട്ടി, ആ തഴമ്പിന്റെ പൊട്ടലിൽ വേദനിച്ച് കൈ നീറുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ട പിതാവിന് ഈ പ്രാവശ്യം യുദ്ധത്തിൽ കുറച്ച് തടവ് പുള്ളികളെയും അടിമകളെയും കിട്ടിയിട്ടുണ്ട്, കുറച്ച് ദിവസത്തേക്ക് വീട്ടുജോലിക്ക് ഒരു സഹായത്തിന് ഒരു അടിമയെ വെച്ച് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി പൊന്നുമോള് ചെല്ലുന്നുണ്ട്. ആ പിതാവ് അന്നേരം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പിതാവ് അന്നേരം മകൾ ആവശ്യം ഉന്നയിച്ചതിന് ഉത്തരം കൊടുക്കാതെ രാത്രിയിൽ മകളും മരുമകൻ അലി റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നതിന് മുന്നേ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവരുടെ ബെഡ്റൂമിൽ ഇരുന്ന് രണ്ടുപേരെയും അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി രണ്ടുപേർക്കും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വർത്താനം പറഞ്ഞു കൊടുക്കാം. അവരെ സന്ദർശിക്കാൻ അവരുടെ വീട്ടിൽ ചെന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമായി. ആ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, പൊന്നുമോളെ, നിനക്ക് സുബ്ഹാനല്ലാഹ് എന്നത് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34,
ഈ ദിക്റുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലണമെന്ന് നിർദ്ദേശം കൊടുക്കണം. എന്തേ? പകല് മുഴുവൻ പണിയെടുക്കുന്ന വീട്ടുജോലി ചെയ്ത് തളർന്നു പോകുന്ന ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് എന്നും ഈ സന്ദേശം, ഈ വാപ്പ മകൾക്ക് കൊടുത്ത ഈ സന്ദേശം ജീവിതത്തിൽ പകർത്താവുന്നതാണ്. പകലന്തിയോളം പണിയെടുക്കുന്നവന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഈ ദിക്ർ ആരോഗ്യപരമായി ഇടപെടുമെന്ന ഒരു അത്ഭുതമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മകൾക്ക് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഭാരമറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിമയെ വെച്ച് സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരം ആത്മീയമായ ചിന്തകളിലൂടെ ആ ഭാരമല്ലാതാക്കി വിടുകയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലോകത്തുള്ള എല്ലാവർക്കും ഒരു മെസ്സേജ് കൂടി ഇതിലുണ്ട്. വീട്ടുജോലി ചെയ്തുകൊണ്ട് ക്ഷീണം സംഭവിക്കുന്നവർക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ദിക്റുകൾ. ഏത് ദിക്ർ? വീട്ടുജോലി ധാരാളമുള്ള സഹോദരിമാർ അതിന്റെ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടി എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ അത്രയും ചൊല്ലി ആ സുന്നത്ത് പാലിക്കുക എന്ന ഒരു മെസ്സേജ് പൊന്നുമോളുടെ ജീവിതത്തിലൂടെ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഭാരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പലതും ചൊല്ലുകയും പാടുകയും പറയുകയും ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ്. നമ്മളെമ്പാടും മറ്റുള്ളവരിലും കാണുന്നുണ്ട്. മഹാന്മാരായ മലക്കുകൾ അർശിന്റെ ഭാരം അറിയാതിരിക്കാൻ വേണ്ടി അവരവിടെ വെച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലും, തഹ്മീദ് ചൊല്ലും. അങ്ങനെ അവർ ഭാരമറിയാതെ അർശിനെ ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരായ മലക്കുകൾ ഭൂമിയിലുള്ള മോമിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഖുർആൻ. ഭൂമിയിലുള്ള മോമിനീങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. ഭൂമിയിലുള്ള മോമിനീങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മലക്കുകൾ, ഏത് മലക്കുകൾ? അർശിനെ ചുമക്കുന്ന മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഖുർആൻ. എന്താ ദുആ ചെയ്യുന്നത്? പടച്ച റബ്ബേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. ആദ്യത്തെ ദുആ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ. അല്ലാഹുവേ, എല്ലാത്തിനെയും കാരുണ്യം കൊണ്ടും എല്ലാത്തിനെ കുറിച്ചുള്ള സസൂക്ഷ്മമായ അറിവ് കൊണ്ടും വലയം ചെയ്തിരിക്കുന്ന തമ്പുരാനെ, ഭൂമിയിലുള്ള മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം. ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക. നിന്റെ മാർഗം അവലംബിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വഖിഹിം അദാബൽ ജഹീം. ജഹീം എന്ന നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് നീ അവരെ കാക്കണേ. അല്ലാഹു ഈ ദുആഇന് അർഹതപ്പെട്ട മുഅ്മിനീങ്ങളിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. എന്തായി പറഞ്ഞത്? മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യും. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത്, ഇങ്ങനെ മലക്കുകൾ ദുആ ചെയ്യുന്ന 7 സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് 7 അവസരങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. മലക്കുകളുടെ ദുആ കിട്ടാൻ 7 സന്ദർഭങ്ങളുണ്ട്. മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന 7 സന്ദർഭങ്ങളുണ്ട്. ആ 7 സന്ദർഭങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്നാമത്തേത് മഹാന്മാര് പഠിപ്പിക്കുന്നു, അൽ വുഖൂഫു ഫിസ് സഫിൽ അവ്വലി ബിസ്സലാഹ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരോടാണ് പറയുന്നത്. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കാൻ നമുക്ക് ജമാഅത്ത് നിസ്കാരങ്ങളിൽ കഴിയുമെങ്കിൽ ഒന്നാമത്തെ സഫ് തന്നെ നമ്മൾ നേടിയെടുക്കണം. എന്താ കാരണം? ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രത്യേക ദുആ ഉണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സന്ദർഭം അതാണ്. ഒന്നാം സഫിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പങ്കെടുക്കുമ്പോൾ ഒന്നാം സഫ് തന്നെ കിട്ടണം. ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ് സഫിൽ അവ്വൽ. ഒന്നാം സഫുകാർക്ക് അല്ലാഹുവും അവന്റെ മലക്കുകളും, അല്ലാഹു കരുണ ചെയ്യുന്നു, അല്ലാഹു ഗുണം ചെയ്യുന്നു, മലക്കുകൾ ഗുണം ചെയ്യാനായി പ്രാർത്ഥിക്കുന്നു. ഒന്നാം സഫുകാർക്ക് പ്രത്യേക ദുആ മലക്കുകളുടെ വകയുണ്ട്. അങ്ങനെയാണ്. ഇനി മഹാന്മാര് പഠിപ്പിക്കുന്നു, മലക്കുകളുടെ ദുആ കിട്ടാൻ രണ്ടാമത് ഒരു അവസരമുള്ളത് അൽ ഇന്തിളാറു ഫിൽ മസ്ജിദ് ബഅദൽ ഇന്തിഹാഇ മിനസ് സ്വലാം. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് വുളൂഓടുകൂടെ അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് എങ്കിൽ മഹാന്മാരായ മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടും. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിനായിട്ട്
നമ്മൾ ഒളുവോടുകൂടെ കാത്തിരിക്കുകയാണെങ്കിൽ ഒളുവോടുകൂടെ കാത്തിരിക്കണം. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തിന് വേണ്ടിയിട്ട് എവിടെ കാത്തിരിക്കണം? പള്ളിയിൽ കാത്തിരിക്കണം. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായ സഹോദരന്മാർക്കും മലക്കുകളുടെ ദുആയിൽ അംഗമാവാം. എവിടെയുണ്ട് ഹദീസ്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മലായികതു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി മാ ലം യുഹ്ദിസ് തഖൂലു അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. ഹബീബ് പഠിപ്പിക്കാം, നിങ്ങളിൽ ഓരോരുത്തരും അവന്റെ ഒരു നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ആ ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുന്നു. അവൻ ഉളൂഓടുകൂടെ അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുകയാണ് എങ്കിൽ ഇവന് ഈ രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പ്രതിഫലം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇവന് വേണ്ടിയിട്ട് മഹാന്മാരായ മലക്കുകൾ ദുആ ചെയ്യുമത്രേ. തഖൂലു അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. മലക്ക് ദുആ ചെയ്യുന്നത്, പടച്ച റബ്ബേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ ഈ മനുഷ്യന് നീ കരുണ ചെയ്യണേ. അപ്പൊ രണ്ടാമത്തെ സന്ദർഭം എപ്പോഴാ? പള്ളിയിൽ ഒളുവോടുകൂടെ, ഒരു നിസ്കാരം കഴിഞ്ഞ് ഒളുവോടുകൂടെ തന്നെ അടുത്ത നിസ്കാരത്തിനായി കാത്തിരിക്കണം, കൊതിച്ചിരിക്കണം, പ്രതീക്ഷിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്കും മലക്കുകളുടെ ദുആ ഉണ്ട്. രണ്ട് സന്ദർഭമായി. ഇനി മൂന്നാമത്തെ സന്ദർഭം നോക്കിക്കോ. ഇൻദ ഇയാദത്തി മരീദ്, ഒരു രോഗിയെ രോഗസന്ദർശനം സുന്നത്ത് എന്ന നിലക്ക് പാലിച്ചുകൊണ്ട് സന്ദർശിക്കാൻ പോകുമ്പോൾ മലക്കുകളുടെ ദുആ കിട്ടും. രോഗസന്ദർശനം സുന്നത്താണ് എന്ന നിലക്ക് സുന്നത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് രോഗസന്ദർശനം നടത്തുമ്പോൾ, അപ്പോൾ ഈ രോഗസന്ദർശനം നടത്തുന്ന ആൾക്ക് മലക്കുകളുടെ ദുആയിൽ കൂടാൻ കിട്ടും. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം അബൂദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. ഹബീബ് പഠിപ്പിക്കുന്നു, മാ മിൻ റജുലിൻ യഊദു മരീളൻ മുംസിയൻ ഇല്ലാ ഖറജ മഅഹു 70000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ. ഒരാൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വൈകുന്നേരമാണ് പോണെങ്കിൽ, രോഗസന്ദർശനത്തിന് പോകുമ്പോൾ ആലോചിക്കണം. ഇസ്ലാം പറഞ്ഞ അദബുകളൊക്കെ ഉണ്ട്. രോഗസന്ദർശനത്തിന് ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു 10-13 കാര്യങ്ങൾ മഹാന്മാരായ ഫുഖഹ എണ്ണി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ ഒരു വിഷയം അത് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ധാരാളം കാര്യങ്ങൾ രോഗസന്ദർശനത്തിൽ ഇന്ന് വീഴ്ചകളായി സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിവസം ആ വിഷയം സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇസ്ലാം പറഞ്ഞ അദബുകളൊക്കെ പാലിച്ച് ഇതൊരു കൂലി കിട്ടുന്ന കാര്യം, ഇതൊരു സുന്നത്താണ് എന്ന വിചാരത്തോടു കൂടെ രോഗസന്ദർശനത്തിന് ഒരു മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാണ് പോകുന്നതെങ്കിൽ അവന്റെ ആ പോക്ക് പടച്ചോൻ കബൂലാക്കിയ രോഗസന്ദർശനമാണ് എങ്കിൽ ഇവന്റെ കൂടെ 70,000 മലക്ക് ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ യുസ്ബിഹ, വലിയ പുണ്യമല്ലേ നീ ചെയ്തത് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയത്? നീ സുബഹി ആകുന്നത് വരെ ഈ മലക്കുകൾ നിന്റെ കൂടെ ഉണ്ടാകും. മാത്രവുമല്ല, നിനക്ക് സ്വർഗത്തിന്റെ ഒരു തോട്ടമുണ്ടാകും, നിനക്ക് സ്വർഗത്തിന്റെ ഒരു താഴ്വാരം അല്ലാഹു തരും. രോഗസന്ദർശനം നടത്തുന്നതിന്റെ കൂലിയാണ് ഈ പറഞ്ഞത്. ഇനി കേട്ടോ, ഒരാൾ ഇനി രോഗസന്ദർശനത്തിന് പോകുന്നത് രാവിലെയാണ് എങ്കിൽ അപ്പോഴും അവന്റെ കൂടെ ഈ പറയപ്പെട്ട രൂപത്തിലാണ് അവൻ പോകുന്നതെങ്കിൽ 70,000 മലക്കുണ്ടാകും. ഇനി ഒരാൾ ഒരു രോഗസന്ദർശനത്തിന് പോകുന്നത് രാവിലെ പോകുന്നു, 70,000 മലക്കുകളുണ്ട്. വൈകുന്നേരം പോകുന്നു, രാവിലെ വരെ അവന്റെ കൂടെ 70,000 മലക്കുകളുണ്ട്. ഈ 2 നേരത്തിൽ രോഗസന്ദർശനം നടത്തുന്ന മനുഷ്യന്റെ കൂടെ മലക്കുകൾ വെറുതെ കൂടിയതല്ല. ആ മലക്കുകൾ ഇവന് വേണ്ടി ദുആ ചെയ്യും. യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുംസിയ വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന. രാവിലെയാണ് പോകുന്നതെങ്കിൽ വൈകുന്നേരം വരെ മലക്കുകൾ ദുആ ചെയ്യും, പടച്ചവനെ പുറത്തു കൊടുക്കണേ, ഈ രോഗസന്ദർശനം നടത്തുന്നവന് പുറത്തു കൊടുക്കണേ. വൈകുന്നേരമാണ് പോകുന്നതെങ്കിൽ രാവിലെ വരെ മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്യും. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മഹാന്മാരായ മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടാനുള്ള 4ാമത്തെ സന്ദർഭം നോക്കിക്കോ. 4ാമത്തെ സന്ദർഭം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. 4ാമത്തെ സന്ദർഭം ഇൻദ സിയാറത്തിൻ നാസി ഫില്ലാഹ്, അള്ളാഹുടെ പൊരുത്തത്തിൽ ആരെങ്കിലും നമ്മൾ സന്ദർശിക്കാൻ പോവാ, സന്തോഷം ഉണ്ടാവൂലോ. അങ്ങനെ ചില സന്തോഷമുള്ള ബന്ധങ്ങളുണ്ടല്ലോ. ഉദാഹരണം, ഒരു കൂട്ടുകാരനെ കാണാൻ പോകുമ്പോൾ ഒരു സന്തോഷം, ഒരു കൊച്ചാപ്പാനെ ഒരു മുത്താപ്പാനെ കാണാൻ പോകുമ്പോൾ ഒരു സന്തോഷം, വലിയ ഇഷ്ടമാണ് അവർ തമ്മിൽ. ആ ഇഷ്ടപ്പെട്ട ആളെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷത്തിന്റെ പേരിലുള്ള സന്ദർശനങ്ങൾ അള്ളാഹുടെ മാർഗത്തിലാണ്.
ഒരു കൂട്ടുകാരനുണ്ട് നമുക്ക്. ആ കൂട്ടുകാരൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവന്റെ കയ്യിലുള്ളൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല, പടച്ചോന്റെ പൊരുത്തത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. നിസ്കാരമൊക്കെ ഉള്ള, നല്ല ഇബാദത്തുള്ള, സൂക്ഷ്മതയുള്ള, നമ്മെ സ്വർഗത്തിൽ എത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയുള്ള കൂട്ടുകെട്ടുണ്ടല്ലോ. ആ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഒന്ന് പോകുന്നു, അങ്ങനെയുള്ള കൂട്ടുകാരികളെ കാണാൻ വേണ്ടി പോകുന്നു. കൂട്ടുന്ന ഒരുപാട് കിട്ടും, എല്ലാ കൂട്ടും കൂടാൻ പറഞ്ഞിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ എന്നാ പറഞ്ഞത്. സ്വാദിഖീങ്ങളായ മഹാന്മാരുടെ കൂടെയാ കൂട്ടുകൂടേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ കൂട്ടിലും പോയി കൂടേണ്ടതില്ല. സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ കൂടെ, സ്വാദിഖീങ്ങളായ മഹാന്മാരുടെ കൂടെയാണ് അങ്ങനെ നല്ല മനുഷ്യന്മാരോടെ കൂട്ടുകൂടണം. ഇങ്ങനെ ഒരു കൂട്ട് നമുക്ക് ഉണ്ടാവണം, നിർബന്ധമാണ്. ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം. കാരണം അവനെന്തായാലും സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മളെ വെറുതെ ആക്കൂല. അൽ മർഉ മഅ മൻ അഹബ്ബ, സ്നേഹിച്ചവരുടെ കൂടെ, കൂട്ടുകൂടിയവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അത് ആത്മാർത്ഥമായ റബ്ബിന്റെ മാർഗത്തിലുള്ള കൂട്ടായിരിക്കണം. അങ്ങനെ ആ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ സന്ദർശിക്കാൻ വേണ്ടി പെണ്ണിനെ, ആണിനെ സന്ദർശിക്കാൻ വേണ്ടി പോകാണ്. അങ്ങനെ പോകുമ്പോൾ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ട് ഹദീസ്, അന്ന റജുലൻ സാറ അഖല്ലഹു ഫീ ഖറിയത്തിൻ ഉഖറാ. എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് എനിക്ക്. ഞാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് അവനെ സ്നേഹിക്കുന്നത്, മറ്റൊരു ലക്ഷ്യവുമില്ല. ഈ ആത്മാർത്ഥ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് യാത്ര തുടങ്ങി. അപ്പോൾ അല്ലാഹു ഒരു മലക്കിനെ വേഷപ്രച്ഛന്നനായി അവന്റെ പിന്നാലെ പറഞ്ഞയക്കും, അവൻ പോകുന്ന വഴിക്ക്. അങ്ങനെ മലക്ക് ഈ മനുഷ്യനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടും. മലക്ക് ചോദിക്കും, നീ എവിടെ പോകുന്നു? അദ്ദേഹം പറയും, ഇന്ന നാട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എൻ്റെ ഒരു സഹോദരനുണ്ട്, എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണവൻ. അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് ഇവൻ മലക്കിനോട് പറയും. അപ്പൊ മലക്ക് ചോദിക്കും, എത്രേ അയാളെ കണ്ടതിന്റെ പേരിൽ നിനക്ക് വല്ല നേട്ടമോ ലാഭമോ ഉണ്ടോ? എന്തിനു കിട്ടാനുണ്ട് അവിടുന്ന്? ഹല്ലക മിൻ നിഅമത്തിൻ തർബുഹ, അല്ല നിനക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള എന്തെങ്കിലും കാര്യം അവിടെ ഉണ്ടോ? ഇവൻ പറയും, ലാ, എനിക്കൊന്നും കിട്ടാനില്ല. ഗൈറ അന്നീ അഹ്ബബ്തുഹു ഫില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹബന്ധം നിലനിൽക്കാൻ ഒരു കൂട്ടുകാരനെ സന്ദർശിക്കാൻ പോകുന്നതാ ഞാൻ. പടച്ചോന്റെ മാർഗത്തിലാണ് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ പോവാറില്ല. ചിലപ്പോ നമ്മുടെ കൂട്ടുകാരൻ ചിലപ്പോൾ നല്ലൊരു സയ്യിദായിരിക്കും. എവിടെ? ഞാൻ ആ തങ്ങളുടെ വീട്ടിലൊന്ന് പോവാ. എന്താ, ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലാണ്, കുറെ നാളെ ഒന്ന് കണ്ടിട്ടൊന്ന് കാണാൻ പോവാ. ഈ മലക്ക് അപ്പോൾ അവനോട് പറയും, എന്നാൽ സഹോദര, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദൂതനായ മലക്കാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടി. എന്തിനാണെന്നറിയുമോ? നിങ്ങൾ ആത്മാർത്ഥമായി ആ സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതെന്ന് കേൾക്കാനാ ഞാൻ കൂടിയത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണല്ലോ സ്നേഹിക്കുന്നത്. നിങ്ങളോടൊരു വിവരവും കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പോലെ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ആ റബ്ബെന്നെ പറഞ്ഞയച്ചതെന്ന് ഈ മലക്ക് അവനോട് സംസാരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മലക്കുമായിട്ടുള്ള ഒരു സൗഹൃദവും മലക്കിന്റെ പ്രാർത്ഥനയിൽ ഒരു ഇടവും നമുക്ക് കിട്ടി. എത്രാമത്തെ സന്ദർഭ? ഇത് 4-മത്തേത്. 5-മത്തേത് കേട്ടോ. 5-മത്തേത് മഹാന്മാര് പഠിപ്പിക്കുന്നു, നമ്മുടെ മറ്റൊരു സഹോദരന് വേണ്ടിയിട്ട് അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ദുആഇന്റെ നേരം അപ്പോഴും മലക്കുകളുടെ ഒരു ദുആ നമുക്ക് കിട്ടും. ഈ വിഷയം നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരന് വേണ്ടി, ഒരു സഹോദരിക്ക് വേണ്ടി അവർ കേൾക്കുന്നില്ല, അവരറിയുന്നില്ല. അവരില്ലാത്ത സദസ്സിൽ വെച്ചിട്ട്, അവരില്ലാത്തോടത്ത് വെച്ച് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്ത അതിന്റെ പേരിൽ അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞയച്ച് ആ മലക്ക് നമുക്ക് വേണ്ടിയും ദുആ ചെയ്യും. അങ്ങനെ മലക്കിന്റെ ദുആയിൽ നമുക്ക് കയറാൻ പറ്റും. കണ്ടോ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ട് ഹദീസ്, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിൽഹിരിൽ ഗൈബി മുസ്തജാബത്തുൻ ഇൻദ റഅസിഹി മുസ്തജാബത്തുൻ ഇൻദ റഅസിഹി മലകുൻ കുല്ലമാ ദഅ ലഹു ബിഖൈരിൻ ഖാലൽ മലകുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ്. അസാന്നിധ്യത്തിൽ നമ്മൾ മറ്റൊരു മുസ്ലിമിന് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അസാന്നിധ്യത്തിലെ ദുആ ആയതിന്റെ പേരിൽ ഉത്തരമുണ്ട്.
മാത്രവുമല്ല ആ സാന്നിധ്യത്തിലെ ദുആഇന്റെ നേരത്ത് അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുആയൊക്കെ നമുക്ക് നടത്തി കിട്ടാൻ നമ്മൾ ദുആ ചെയ്യുന്നതിന് ആമീൻ പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ട നമ്മുടെ പിരടിയുടെ മുകളിൽ ഒരു മലക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും, ദിക്ർ ഹൽക്കൽ. അപ്പോ അവന് വേണ്ടിയിട്ടല്ല, ഈ മൊയിലാർക്ക് അത് അങ്ങനെയാ, അവനും മൊയിലാരും കൂടിയിട്ട് നല്ല കമ്പനിയാ. അങ്ങനെ ഉസ്താദ് ദുആ ഇറക്കുന്നതാണെങ്കിൽ പോലും തന്റെ ആ അയലോക്കക്കാരന് വേണ്ടിയിട്ട് ആമീൻ പറയാൻ കയ്യപ്പ അന്നേരം കൈ അത്ര നേരം കൈ ഇങ്ങനെ പിടിച്ച കൈയൊക്കെ ഇങ്ങനെയാവും, മുഖമൊക്കെ അങ്ങോട്ട് മാറും. അങ്ങനെ ഉണ്ട് ചില ആമീൻ പിടിക്കല്. എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? അവന് വേണ്ടിയിട്ട് ദുആ ഇറക്കുന്ന ആ വിഷയങ്ങളിൽ നിനക്കും അള്ളാഹു നേട്ടമാണെങ്കിൽ അത് നിനക്ക് തരും, എന്തെങ്കിലും ആപത്ത് തടയലാണെങ്കിൽ അത് നിനക്കും തടയും. നിനക്ക് വേണ്ടിയിട്ട് ആ വിഷയത്തിൽ നീ നല്ലോണം ആമീൻ പിടിച്ചാൽ മതി, നിനക്ക് വേണ്ടി മലക്ക് അതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയാണ്. അഞ്ചാമത്തേത് അതാണ്. ഇനി ആറാമത്തേത് കേട്ടോ. ആറാമത്തേത് വളരെ ലളിതമായ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആറാമത്തേത് കേട്ടോ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആറാമത് മലക്കിന്റെ പ്രാർത്ഥന നമുക്ക് കിട്ടുന്നത് എപ്പോഴാണെന്നറിയുമോ? നമ്മൾ ഒളുഓടുകൂടെ ഉറങ്ങുകയാണെങ്കിൽ, ഒളുഓടുകൂടെ ഉറങ്ങാണെങ്കിൽ നമുക്ക് മലക്കിന്റെ ദുആ കിട്ടും. ഒളുഓടുകൂടെ ഉറങ്ങണേ, ഒളു എടുത്തിട്ട് ഒളുഓടുകൂടെ ഉറങ്ങണം. അപ്പൊ ഉസ്താദേ ഒരു സംശയം, ഭാര്യ അടുത്തുണ്ടെങ്കിൽ ചെല്ലുമ്പോ തന്നെ ഒളു മുറിയില്ലേ? കുഴപ്പമില്ല, ഒളു എടുക്കുക എന്ന് പറയുന്ന കാര്യം നീ ചെയ്തിട്ടില്ലേ? കുഴപ്പമില്ല എന്ന് ഓർത്ത് ഞാൻ ഒളും വെച്ചിട്ട് സുബഹിസ്കരിക്കാൻ പാടില്ല എന്നുള്ളൂ. ഭാര്യ തൊട്ടു എന്ന് വെച്ചാൽ അവിടെ ഒളു എടുക്കുക എന്നതിലൂടെ എന്തൊക്കെ പുണ്യം കിട്ടും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭാര്യ തൊട്ട് ഒളു മുറിഞ്ഞോട്ടെ. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാറുണ്ട് അല്ലേ? അതെന്തേ? കയ്യില് ഭക്ഷണത്തിന്റെ എച്ചിലുകളൊക്കെ ആണ്, അതുകൊണ്ട് കഴുകിക്കളയാണ്. സത്യത്തിൽ അത് അഴുക്കല്ല. അഴുക്കായിരുന്നെങ്കിൽ അതുവരെ കഴിച്ചതാണല്ലോ. കയ്യിലിപ്പോ നിലവിലുള്ളത് അഴുക്കല്ല. ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുമ്പോൾ കയ്യിലുള്ളത് അഴുക്കല്ല, എന്നാലും നമ്മളത് കഴുകി. ഈ കഴുകി കളഞ്ഞ സാധനം അഴുക്കല്ല എന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ ഈ സാധനമാണ് അതുവരെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അഴുക്ക് നമ്മൾ കഴുകിയതെപ്പോഴാ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴുകിയപ്പോഴാ. അപ്പൊ ഇത് രണ്ടും വ്യത്യാസമുണ്ടല്ലോ. ഉണ്ട്. എന്നാലും മുമ്പും ശേഷവും നമ്മൾ കൈ കഴുകുന്നുണ്ട്. എന്ന പോലെ ഭാര്യ തൊട്ടാൽ ഒതു മുറിയും, തൊട്ടാലും തൊട്ടില്ലെങ്കിലും കിടപ്പറയിൽ ഒതു കൊടുക്കൽ പുണ്യം തന്നെ. കിടക്കാൻ പോകുമ്പോൾ ഒതു കൊടുക്കണം. അത് നമ്മുടെ ഒരു ശീലമാവണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരാള് അങ്ങനെ ഒതു ചെയ്യുന്നുവെങ്കിൽ, എപ്പോ? ഉറങ്ങാൻ നേരം ഉറക്കത്തിന് വേണ്ടി പോകുമ്പോൾ തയ്യാറാകുമ്പോൾ ഒതു എടുക്കുന്നുവെങ്കിൽ അവനും അല്ലാഹുവിന്റെ മലക്ക് ദുആ ചെയ്യുമത്രേ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലക്കുൻ ഫലാ യസ്തയഖിദു ഇല്ലാ ഖാലൽ മലക്കു അല്ലാഹുമ്മഗ്ഫിർ ലിഅബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറാ. ഇമാം ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സ്വഹീഹിൽ ഹദീസ് പറയുന്നുണ്ട്, ഹബീബ് പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ശുദ്ധിയോടുകൂടെ ശുദ്ധിയോടുകൂടെ ഒരാൾ ഉറങ്ങാൻ കിടപ്പറയിലേക്ക് എത്തുമ്പോൾ രാത്രിയിൽ അവന്റെ കൂടെ തന്നെ, ശുദ്ധിയോടുകൂടെയുള്ള അവന്റെ കൂടെ തന്നെ മലക്കുമുണ്ടാകും. അവൻ ആ മലക്കുണ്ടല്ലോ, ഇവൻ ഉണരുന്നവരെ കാത്തിരിക്കും. എന്നിട്ട് ഉണർന്നു കഴിയുമ്പോൾ അള്ളാഹുവിനോട് ഈ മലക്ക് അവിടെ വെച്ച് ദുആ ചെയ്യും, പടച്ച റബ്ബേ, നിന്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണം. കാരണം ഇന്നലെ രാത്രി മുഴുവനും ഇയാൾ ഉറങ്ങിയത് ഒളുഓടുകൂടെയാണ്. ഒളുഓടുകൂടിയ ആൾക്ക് കൂടെ ഉറങ്ങിയ ആൾക്ക് വേണ്ടിയിട്ട് മലക്കുകൾ അവൻ ഉണരുന്നവരെ കാവലിരിക്കും. ഉണർന്ന ഉടനെ ആ ഉറങ്ങിയത് മുഴുവൻ അമലായിട്ട് അതിന്റെ പേരിൽ പാപം പൊറുക്കണമെന്ന് ദുആ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിൽ ഈ ഹദീസ് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയാണ്. ഇനി നമ്മൾ പറഞ്ഞ മലക്കിന്റെ ദുആ കിട്ടുന്ന ഏഴാമത്തെ സന്ദർഭം നോക്കിക്കോ. സാബിഅൻ ഇൻദ തഅലീമിൻ നാസിൽ ഖൈറ. ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ആൾക്കാർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. അതിപ്പോ കിതാബ് ഓതി കൊടുത്ത് ദർസ് നടത്തണം എന്നല്ല ഈ പറഞ്ഞത്. അത് ഏറ്റവും വലിയ കാര്യമാണ്.
ഉദാഹരണം ഒരു വിഷയം ഒരാൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും ഇപ്പൊ ഹജ്ജിന് പോകുന്നു, അവിടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, സഹായിക്കുക. കാരണം അവിടെയൊക്കെ എത്തുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഒരു വിഷമവും ആദ്യത്തെ അനുഭവമായിരിക്കും ചിലപ്പോൾ ഹജ്ജ് ഉംറയൊക്കെ. അപ്പൊ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലത് പറഞ്ഞു കൊടുത്ത് ഒരാൾക്ക് അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒന്നല്ലെങ്കിൽ ഒരു വഴി പറഞ്ഞു കൊടുക്കുക. ഒരാൾ റോഡിൽ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, അല്ല ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ട വഴി എങ്ങനെയാ? അങ്ങനെയാണ് പോയത്, അല്ലെ എനിക്കറിയാൻ പാടില്ല. അങ്ങനെയല്ല, അയാൾക്ക് നല്ല നിലക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ ഖൈറ് പറഞ്ഞു കൊടുക്കലാണ്, പഠിപ്പിക്കലാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. കണ്ടോ, ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലുസ് സമാവാതി വൽ അർളി ഹത്ത അൻ-നംലതി ഫീ ഹുജ്രിഹാ ഫീ ജുഹരിഹാ വഹത്തൽ ഹൂതി ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ. ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ആകാശത്തിലെ മലക്കുകളും ഭൂമിയിലുള്ള മലക്കുകളും അതുപോലെ തന്നെ മാളത്തിലിരിക്കുന്ന ഉറുമ്പടക്കം സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മത്സ്യമടക്കം ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി ഖൈറ് തേടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? മലക്കുകളുടെ ദുആ കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ നിഷ്പ്രയാസം കഴിയുന്ന 7 അവസരങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ 7 അവസരങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ പരാമർശിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടാൻ ഈ 7 അവസരങ്ങൾ, ഇത് 7 ഉപയോഗപ്പെടുത്താം. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം, വീട്ടുജോലിയും മറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട 3 ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് 33 വീതം, അല്ലാഹു അക്ബർ 34 വീതം. ഇങ്ങനെ പതിവാക്കി ചൊല്ലുക. അല്ലാഹു തആല നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംഗമിക്കാം. ഒരു ചെറിയ ദുആയോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. 3 സ്വലാത്ത് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ തമ്പുരാനെ. നിന്റെ പൊരുത്തത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ കടബാധ്യതകൾ നീ വെട്ടിത്തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ വിവാഹങ്ങൾ നീ റാഹത്താക്കി തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. നീ തന്ന സർവ്വതിലും ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകുക അല്ലാ. ജോലിയുള്ള മക്കളുടെ തൊഴിലിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലി തേടുന്ന മക്കളുടെ തേട്ടത്തിൽ അന്വേഷണത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, കടബാധ്യതയോടുകൂടെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. റബ്ബേ, പല പൊതു കാര്യങ്ങളിലും സാമ്പത്തികമായി ഒരുപാട് പൈസ മുടക്കുന്ന സഹോദരങ്ങളുണ്ട്. അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ നാടിന്റെ അഭിവൃദ്ധി നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തെ കർഷകർക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അവരുടെ സമരമൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്തണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങൾ റബ്ബേ സുഹാബുൽ ബദറിന്റെ കാവലുള്ള വാഹനങ്ങളാവണേ അല്ലാ. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.